എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഇത് കുറച്ചധികം നാളായിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം എൻ്റെ പേഷ്യൻസിനല്ല, എൻ്റെ പേഷ്യൻസിൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും നാത്തൂന്മാർക്കും സഹോദരന്മാർക്കും നാട്ടുകാർക്കും ഉള്ളൊരു വീഡിയോ ആണ്. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ 90% ആൾക്കാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ എൻ്റെ സ്കാൻ റൂമിൽ വെച്ച് ഞാൻ കണ്ടതാണ്. ഓരോരുത്തരും ആ കുട്ടിയുടെ പേര് പറയത്തില്ല, ആ കുട്ടിയുടെ കണ്ണിലുണ്ടായ വിഷമം ഞാൻ അത്രയും കണ്ടതാണ്. 7 വർഷമായി കുട്ടികളില്ല, കാരണങ്ങളുണ്ട്. അപ്പം IVF ചെയ്തു. അപ്പം IVF എന്ന് പറഞ്ഞാൽ എഗ് എടുത്തു, ഇനി ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാരണത്താൽ ആ മാസം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഞാൻ 1 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എൻ്റെ മുറിയിൽ നിന്ന് പറഞ്ഞു, ഡോക്ടറെ അത്രയ്ക്ക് പ്രശ്നമാണ് ഡോക്ടറെ, നാട്ടുകാരും സഹോദരന്മാരും എന്ന് പറഞ്ഞാൽ ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഏങ്ങി കരയുകയാണ്. അത് ഈ കേരളത്തിൽ മാത്രം ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു വിഷയമാണ്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുകയും എനിക്ക് തോന്നുന്നു അവർക്കൊരു സന്തോഷം കിട്ടുകയാണ്. അതാണ് സംഭവം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഒരു കപ്പിള് കല്യാണം കഴിച്ചു, 2 വർഷമായി അവർ കുട്ടികളില്ലെങ്കിൽ അവർക്ക് പോയി ഇതൊന്ന് അന്വേഷിക്കുമ്പം ആക്ച്വലി അവർക്കറിയാം കുട്ടികളായിട്ടില്ല. ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി അതിൽ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ അവരെ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർക്കറിയാം അവർ കുട്ടികളായിട്ടില്ലെന്ന്, അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെന്നൊക്കെ അവർക്കറിയാം. അപ്പം നമ്മളെന്തോ ചെയ്യുന്നത്, അവിടെ പോയി ചോദിക്കുന്നു എന്തുകൊണ്ട്. പിന്നെ സജഷൻസ് ഒരു രക്ഷയില്ലാത്ത സജഷൻസാണ്. ഇന്ന ഡോക്ടറെ കാണിക്കുക, ആ ഡോക്ടറെ കാണിക്കുക, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, നിങ്ങൾ ഇത് ചെയ്യാത്തോണ്ടായിരിക്കാവുന്നത്, ഇന്ന സ്ഥാനം കഴിക്കുക. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, ആധികാരികമായിട്ട് പറയാൻ ഒരിതുമില്ല. എന്നാലും ഭയങ്കരമായിട്ടുള്ള ഡയലോഗ്സ്. ഇതൊക്കെ കാരണം എന്തോ പറ്റുന്നത്, ശരിക്കും പ്രഷർ ഈ കപ്പിൾസ് അനുഭവിക്കുന്നുണ്ട്. ഓരോ കപ്പിളും എൻ്റെ അടുത്ത് വരുന്ന 6 മാസം കല്യാണം കഴിച്ച കപ്പിളാണെങ്കിലും 2 വർഷം കല്യാണം കഴിച്ചവരാണ്, 5 വർഷം കല്യാണം കഴിച്ചവരാണെങ്കിലും ഒക്കെ ശരിക്കും പ്രഷർ അവർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ സ്ത്രീകൾക്കായിരിക്കും. ഇവരെല്ലാം ചെന്ന് ഈ ഉമ്മയും ബാപ്പയും അമ്മയും അച്ഛനും എല്ലാം ചെന്ന് ഈ കുട്ടിയെടുത്തായിരിക്കും പറയുന്നത്. ഈ കുട്ടി ഇതെല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ മുഖം വീർപ്പിച്ചിരിക്കും. ഇതൊക്കെ രാത്രിയിൽ ഭർത്താവിൻ്റെ അടുത്ത് പോയി പറയും. ഭർത്താവിനെ ചൊറിയും. അവനിതൊക്കെ കേട്ട് വട്ടായി നിൽക്കും. അവൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഓവുലേഷൻ കണ്ടെത്തി, ഇന്നാണ് എൻ്റെ ഓവുലേഷൻ, ചേട്ടാ അല്ലെ ഇന്ന് കോണ്ടാക്ട് ചെയ്യണം. അവൻ ഒന്നാമത് ഈ ടെൻഷൻ, അതിൻ്റെ കൂടെയാണ് ഇന്ന് കോണ്ടാക്ട് ചെയ്യണം. ശരി, അപ്പോഴത്തേക്ക് അവിടെ സെക്സ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. ദൈവമേ, ഇന്നാണ് ഓവുലേഷൻ നടക്കുന്നത്, ഇന്ന് എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇറക്ഷൻ ഉണ്ടാകത്തില്ല. ഇറക്ഷൻ ഉണ്ടാവാത്തപ്പോൾ അവളുടെ അവസ്ഥയോ, ദൈവമേ ഇറക്ഷൻ ഉണ്ടായില്ല. അപ്പോഴത്തേക്ക് അവൾ ഇന്നാണ് ഓവുലേഷൻ, ഇന്ന് ബന്ധപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഡെസ്പാവും, ദേഷ്യപ്പെടും. അവൻ്റെ അടുത്ത് ചിലപ്പോൾ വഴക്കുണ്ടാക്കും. ഇതുണ്ടാക്കുമ്പോൾ എന്ത് പറ്റും, എന്നെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്, എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് കുട്ടി വേണമെന്നൊരു ആഗ്രഹമില്ല, ഡയലോഗ്സ് ആയിരിക്കും വരുന്നത്. ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കും, അടുത്ത തവണ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ തലയിൽ ഈ പ്രഷറൊക്കെ കൂടെ ചെന്നിട്ടായിരിക്കും. ദൈവമേ, എനിക്ക് ശരിയാവും, ഇത് ഇറക്റ്റായിട്ട് നിൽക്കുമോ, നേരെ നിൽക്കുമോ, എനിക്ക് ബന്ധപ്പെടാൻ പറ്റുമോ. അപ്പം തന്നെ അഡ്രനാലിൻ കൂടും, വീണ്ടും ഡൗൺ ആവും. ഇങ്ങനെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, ഡിവോഴ്സുകളിലെത്തുന്ന അവസ്ഥ, അനാവശ്യ പ്രഷർ കുട്ടി ഉണ്ടാവാൻ, ഇതൊക്കെ സമൂഹമാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സീരിയസ്ലി ഇത് സമൂഹമാണ് ഇവരെ ഇത്രയും പ്രഷറൈസ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, കുട്ടി എപ്പോഴും കുട്ടി ഇല്ലാത്തവർക്ക് ജീവിക്കണ്ടേ ദൈവമേ. അതെന്തോ കുട്ടി എല്ലാവർക്കും കുട്ടി വേണമെന്ന് എത്ര നിർബന്ധം. കുട്ടി ഇല്ലാതെ എത്രയോ പേര് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. എനിക്കിപ്പം 2 പേരുടെ കാര്യം. ഒന്ന്, എനിക്കൊരു രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു കപ്പിൾ എന്നെ വന്ന് കണ്ടായിരുന്നു. ഒരു ഡെൻമാർക്കിലെ അവിടുത്തെ ആൾക്കാരാണ്, അവിടുത്തെ വിദേശികളാണ്. അപ്പം അവർ വന്ന് കണ്ടിട്ട് ഗ്രേഡ് 4 എൻഡോമെട്രിയോസാണ്, AMH ഒട്ടുമില്ല, കല്യാണം കഴിച്ച് 8 വർഷമായി. ഞാനൊന്ന് നോക്കി, ഡിഫിക്കൽട്ടാണ്, ഈവൻ വിത്ത് IVF ഡിഫിക്കൽട്ടാണ്, ഡോണറും കാര്യങ്ങളൊക്കെ ഓപ്ഷനൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ ഡോണ്ട് വറി, വി ആർ ഹാപ്പി വിത്ത് അവർ സെൽസ്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, ഡോണ്ട് വറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരെന്നെ സമാധാനിപ്പിക്കുകയാണ്. അതേപോലെ എനിക്കൊരു പാലക്കാട് നിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിക്കുന്നുണ്ടായി. അപ്പം ചേട്ടൻ്റെ അടുത്ത് അസൂസ്പെർമിയാണ്, FSH വളരെ കൂടുതലാണ്. അപ്പോൾ സ്വന്തം ഒരു കുട്ടി എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്, അത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഡോണർ സ്പെർം എന്നുള്ള ഓപ്ഷനൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേണ്ട ഡോക്ടർ, ഞങ്ങൾക്ക് കുറേ കുട്ടികളുണ്ട്, ഞങ്ങളുടെ ചേട്ടന്മാർ, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ യാത്ര പോകാറുണ്ട്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്.
അപ്പം അങ്ങനെയും ജീവിക്കാം. നമുക്കൊരു കുട്ടി എന്നുള്ളൊരു സംഭവം നടന്നില്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, വളരെ നിസ്സാരമായ ഒരു ജീവിതമല്ലേ, എപ്പം വേണമെങ്കിലും പൊലിഞ്ഞു പോകാവുന്ന വളരെ നിസ്സാരമായ ഒരു ജീവിതം, അതിനെ വളരെ സന്തോഷത്തോടെ ജീവിക്കുക. അല്ലാതെ നമുക്ക് ഇപ്പം കിട്ടിയില്ല, നമുക്ക് കിട്ടാൻ പറ്റത്തില്ല, വേറെ ഡോണറും വേണ്ട, അങ്ങനെയാണ്. എനിക്ക് വേറൊരു വേറൊരു ബീജത്തിൻ്റെയോ അണ്ടത്തിൻ്റെയോ വെച്ചിട്ട് ഈ കുട്ടി വേണ്ട, എനിക്ക് കുട്ടി ആവത്തുമില്ല, ഞാൻ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ദയവ് ചെയ്ത് ഈ സമൂഹം അവരെ അവരെ വീണ്ടും ഡിപ്രഷനിലോട്ട് വിടാതിരിക്കുക, ദയവ് ചെയ്ത്. അത് അമ്മയാണെങ്കിലും ആരാണ്. അപ്പം എൻ്റെ പേഷ്യൻസ് അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. ഇത് എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയില്ല. എത്തുന്നവർ കഴിവതും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് വെച്ചെങ്കിലും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ, അവരൊന്ന് സമാധാനമായിട്ട് ജീവിച്ചുകൊള്ളട്ടെ. താങ്ക് യു.